നിന്റെ മാനേജർ എന്താ പറഞ്ഞേ? അയാൾക്ക് ശമ്പളം തരാൻ പറ്റില്ലെന്നേ. ഓരോരോ ന്യായങ്ങളാ. ഇന്നൊരു 10 മിനിറ്റ് ക്ലാസ് എടുത്തു. കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയി ചെയ്യണം. പങ്ക്ച്വാലിറ്റി ഒന്നും കുഴപ്പമില്ല, ബട്ട് യു ക്യാൻ ഡു ബെറ്റർ എന്നൊക്കെ. ശമ്പളം തരാതിരിക്കാനുള്ള ഓരോ അടവാ. ശരിക്കും 8,000 രൂപ ഭയങ്കര കുറവാട്ടോ. ഹോസ്പിറ്റൽസിനും ചെലവിനും എല്ലാം കൂടെ തികയോ? ഇതന്നെ കിട്ടുന്ന ഭാഗ്യം. ഇതിന് പോയോ? നിലവിലെ M.Com വരെയൊക്കെ പഠിച്ചല്ലേ, അത് ഇത്രയും കാശൊക്കെ എന്നിട്ട് കിട്ടുന്നതിനൊക്കെ നീ വീട്ടിൽ പോ. വീക്കെൻഡ് അല്ലേ, പിന്നെ അച്ഛനെ കൊണ്ട് ആശുപത്രിയിൽ പോകണം. അതെന്താ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ചെക്കപ്പ് ഒക്കെ ഉണ്ട്. ഈ 8,000 ഹോസ്പിറ്റൽ ഫീസും ചെലവ് കഴിഞ്ഞതൊന്നും കഴിയുന്നുണ്ടാവില്ലല്ലോ. അങ്ങനെ കയ്യൊന്നും നിൽക്കാറില്ല, പിന്നെ ഉള്ളതല്ല ഇങ്ങനെ അച്ഛൻ്റെ ആവശ്യത്തിനായിട്ട് പോവാം. അല്ല, ചേച്ചി എന്ന് പറഞ്ഞ കല്യാണക്കാരി എന്ത്? അതൊക്കെ പോയി. അവര് വലിയ കുടുംബക്കാരൊക്കെ. അപ്പോൾ ഇവരെ ഈ സമയത്ത് ജാതകം കാണിച്ചത് ഒരു സ്ഥിരം ജാതകം നോക്കുന്ന ഒരു ജോലിസിനാണ്. അയാൾ നോക്കിയിട്ട് വന്നപ്പോൾ എനിക്ക് ജോലം ശരിക്കും പയ്യൻ നല്ലൊരാളാണ് കേട്ടോ. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടെന്നൊക്കെയാണ്. അയാൾക്കൊന്നും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഞങ്ങളൊന്നും വിളിക്കാറൊക്കെ. ഇതിപ്പോൾ ആരോ പറയുന്ന കേട്ട് അത് ലൈഫൊക്കെ അല്ലെങ്കിലും നമ്മൾ പറയുന്ന രീതിയിലല്ലല്ലോ പോണേ. ആരുടെ ലൈഫ് അങ്ങനെ പോവാറ്? കാശൊക്കെ എന്താ കുഴപ്പം? അത് ശരിയാ. ഇപ്പം നിന്റെ മാനേജറുടെ കാര്യം തന്നെ നോക്കിയാലേ, നിങ്ങൾ സാലറി ചോദിക്കുമ്പോൾ പുള്ളിയുടെ കയ്യിൽ കാശില്ല. പക്ഷെ അയാളുടെ FB പ്രൊഫൈലൊന്നും എടുത്ത് നോക്കണം. വൈഫായിട്ട് എവിടെയൊക്കെ കറങ്ങാൻ പോകുന്നത്, ഫുൾ ട്രാവൽ ഫോട്ടോസ് അല്ലേ. ശരിക്കും നിങ്ങൾ പണിയെടുത്തുണ്ടാക്കുന്ന കാശല്ലേ പുള്ളിയെ കൊണ്ടുപോയി പൊടിക്കുന്നത്. അതൊക്കെ ഇത്രേ ഉള്ളൂ, ആര് നോക്കാനാ? നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കണം, അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. എൻ്റെ പൊന്നി ചേച്ചി ഉള്ള പണിയും കൂടെ കളയിക്കില്ലേ. കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞിട്ടില്ലേ സൗമ്യ, പുള്ളിക്കാരി ഇതുപോലെ പോയി ചോദിച്ചിട്ട് അടുത്ത ദിവസം തൊട്ട് വരണ്ടാന്ന് പറഞ്ഞു. കംപ്ലൈന്റ് ചെയ്യുന്നേ? ഏയ്, ഇത് പുള്ളിയുടെ അളിയൻ്റെ എന്തോ കമ്പനിയാണ്. അപ്പൊ പിന്നെ ആരോട് പോയി കംപ്ലൈന്റ് ചെയ്യാനാ? അയാളുടെ കമ്പനി, അയാളുടെ ഇഷ്ടം. നിങ്ങൾ ഇത്ര സ്റ്റാഫ്സ് ഒക്കെ ഇല്ലേ, എല്ലാവരും കൂടി പറയണോ സാലറി കൂട്ടി തരാൻ? ആ, എന്നിട്ട് വേണം കൂട്ടായിട്ട് പണി പോകാൻ. നമ്മൾ പോയി ഈ ജോലിക്ക് ഒരു 100 പിള്ളേർ വരും, എല്ലാവരും ക്യൂ നിൽക്കുക. അത് ഈ B.Tech വരെ കഴിഞ്ഞവര്. അല്ലെങ്കിൽ ഇവിടെ ആർക്കാ ജോലിയുള്ളൂ? ആ ശരി. അത് ചേച്ചി നിന്ന് നേരത്തെ ഇറങ്ങിയ ഒന്ന് പറയണ്ട, ഈ ഓവർടൈം വർക്ക് ചെയ്തിരിക്കുന്ന പ്രശ്നം. ഞാൻ രാവിലെ 7:00 പോയത്, എന്നിട്ട് ഇപ്പഴാ വരുന്നത്. പുള്ളി നോക്കുമ്പോൾ ഞാൻ ഓഫീസിൻ്റെ തൊട്ടടുത്ത് ഹോസ്റ്റലിലല്ലേ താമസിക്കുന്നത്, നടന്നു പോയാൽ മതിയല്ലോ. എപ്പോൾ വിളിച്ചാലും വരാമെന്നൊരു ആറ്റിറ്റ്യൂഡ്. പിന്നെ പോലെ തന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അപ്പം എനിക്ക് വേറെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലല്ലോ. ചില സമയത്തൊക്കെ ഞാൻ എസ്കേപ്പ് ആവും, എന്നാലും എനിക്കിപ്പോഴും പെട്ടു മടുത്തു ശരിക്കും. അപ്പൊ എല്ലാ ഓഫീസിലും ഉണ്ടല്ലേ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ? ആന്നേ, എല്ലായിടത്തും ഉണ്ട് ഓരോ പ്രശ്നങ്ങൾ. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ലൈഫൊക്കെ എന്താ ഇങ്ങനെ പോണേന്ന്? എങ്ങനെ? അതായത് ഈ കാശുകാരുടെ കാര്യം നോക്കിയാലേ, അവരുടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഓക്കെയാണ്. അവരുടെ കയ്യിൽ കാശുണ്ട്, അവരുടെ എല്ലാ കാര്യങ്ങളും സെറ്റിലാണ്, അവരവരുടെ പിള്ളേർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ കാര്യം നോക്കി, അവർ എത്ര നാൾ കഷ്ടപ്പെട്ട കാശുകൊണ്ട് നമ്മൾ ഇത്ര പഠിപ്പിച്ചേ. എന്നിട്ട് നമ്മളിപ്പോഴും ഈ നക്കാപ്പിച്ച കാശിന് ജോലി എടുത്തോണ്ടിരിക്കും.
ചേച്ചി താങ്ക്സ്. ആകപ്പാടെ ഒരു ശോക അവസ്ഥയാണ്. ചേച്ചിയോട് സംസാരിച്ചപ്പോ ഹാപ്പി. എന്തൊരു ആശ്വാസം ഉണ്ടല്ലേ എനിക്കും. നമ്മൾ മാത്രമായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ലൈഫും ജോലിയും അതും ഇത്ര സീരിയസ് ആയിട്ട്. ആവോ, ആയിരിക്കണം. അല്ലെങ്കിൽ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരണ്ടല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരണ്ടല്ലോ. ഇതിപ്പോ എന്നും ഒരേപോലെ. ആയിരിക്കും. നമുക്ക് റൂമിലേക്ക് പോയാലോ? ആ ഇരിക്കാൻ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കും. അവിടെ വരെ നിന്നാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ എന്തായി, ഇന്ന് ലേറ്റായ? ഞാനവിടെ സാലറി കിട്ടിയില്ലേ? സാലറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞല്ലോ. പണിയെടുത്ത പൈസകളത് നിന്റെ സാലറിയാ. നിന്റെ സാലറി നീ ചോദിച്ചു മേടിക്കേ, അല്ലാതെ നിന്റെ ഒരാൾക്ക് മറ്റേ ഉണ്ടാക്കാൻ കൊടുക്കാനല്ല അത്. കാര്യങ്ങളൊക്കെ അറിയാം. അവിടെ ഇഷ്ടം പോലെ റിസൈൻ ചെയ്തു. പിന്നെ ഞാനവിടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അവസ്ഥ കൊണ്ടാണ്. അവിടെ നിനക്ക് വേറൊരു കഥ. എല്ലായിടത്തും തന്നെ കാര്യങ്ങൾ. പക്ഷെ എൻ്റെ മുതലാളിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സാലറി ഡേറ്റ് കഴിഞ്ഞാലും കറക്റ്റായിട്ട് എമൗണ്ട് തരുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് കാര്യങ്ങൾ ഇവിടെ നീങ്ങിപ്പോ. നമുക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഈ സാലറി പ്രശ്നങ്ങൾ പരിപാടിയൊക്കെ വരുന്നത്. വേറെ ആർക്കൊന്നും ഇതാരൊന്നും പറയണേക്കണില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. കാര്യനെ കുറിച്ച് ആലോചിച്ച് നോക്കി. എല്ലാവരും ഇതിനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും പറ്റുന്നില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു മറ്റേ ഒരു നമ്മുടെ സാലറിയിൽ കൂട്ടിയുണ്ടോ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റമോ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. നമ്മൾ മാത്രമായിരിക്കും